ഹലോ ഗൈസ്, ഹിമാലയൻ 450യുടെ ഏറ്റവും പുതിയ ലോഞ്ചാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ ആക്സറീസും നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ 450ക്ക് പറ്റിയ ഏതൊക്കെ ആക്സസറീസ് നമ്മുടെ ഷോപ്പിലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ക്രാഷ് കാർഡ്സ്, എൻജിൻ കാർഡൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ഹിമാലയൻ, അതുപോലെ തന്നെ ഹിമാലയൻ 450 എടുക്കാൻ നിൽക്കുന്നവരും ഹിമാലയൻ 450 ബുക്ക് ചെയ്യണവരും എല്ലാവരും, ഹിമാലയൻ ഓണേഴ്സ് എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മളിത് എക്സ്പ്ലോറർ മാനുഫാക്ചറിൻ്റെ ജോർജം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലുള്ള ഗാർഡ്സാണ് നമ്മൾ ഈ വണ്ടി ഫുൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗാർഡുകളാണ് ഈ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളതെന്നുള്ളത് കാണിച്ചു തരാം, വാ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഏത് ഗാർഡാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു ക്രാഷ് ഗാർഡ്. നമ്മുടെ വണ്ടിയുടെ ഫുൾ ഫ്രെയിമും വന്നേക്കണ പോലെ തന്നെ സെയിം ആ പൈപ്പും അതേ ക്വാളിറ്റിയും തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പൈപ്പ് വന്നേക്കണത്. ഇതിൻ്റെ ക്രാഷ് ഗാർഡ്സ് ആണെങ്കിൽ തന്നെ ഏറ്റവും നല്ല കിഡിൽ ലുക്കിലായിരിക്കും വന്നേക്കണത്. മാത്രമല്ല ഇതിന് 3 സൈഡിലാണ് ഫിറ്റിങ്സ് വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഒരു തുള്ളി പോലും വൈബ്രേഷൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു സ്ലൈഡർ ഇവർ തന്നിട്ടുണ്ട്. ഈ സ്ലൈഡർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഇൻ കേസ് എന്തെങ്കിലും ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പോലും ഈ സ്ലൈഡറിനെ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഡാമേജസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 200-300 രൂപ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു സ്ലൈഡർ മാത്രമായിട്ട് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്രാഷ് കാർഡ് മൊത്തത്തിലായിട്ട് മാറേണ്ട ഒരാവശ്യവും വേണ്ടിയില്ല. ഫസ്റ്റ് തന്നെ നിങ്ങളോട് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നല്ല പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് മസ്റ്റായിട്ട് നമ്മളൊരു ഹെഡ്ലൈറ്റിൻ്റെ ഗാർഡ് വെച്ചിരിക്കണം. അത് എത്ര കുറഞ്ഞ വണ്ടി ആയിക്കോട്ടെ കൂടിയ വണ്ടി ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ് ഗാർഡ് എപ്പോഴും നിങ്ങൾക്കൊരു സേഫ്റ്റി ആയിരിക്കും. മാത്രമല്ല വണ്ടിക്ക് നല്ല കിടിലൻ ലുക്കും തരും. മാത്രമല്ല ഇതിനൊരു മെറ്റൽ വൈസർ, അതുപോലെ തന്നെ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യണവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു GPS മൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ മോഡൽ BS4, BS6 ഹിമാലയനൊക്കെ നമ്മൾ ഈ GPS മൗണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. പക്ഷേ പുതിയ മോഡൽ 450 ഹിമാലയനും GPS മൗണ്ടൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഒരു റേഡിയേറ്റർ ഗാർഡും അതുപോലെ തന്നെ ഒരു എൻജിൻ ഗാർഡും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ എൻജിൻ ഗാർഡ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹിമാലയമായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രാവൽ ചെയ്യണത് ഓഫ് റോഡ് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എൻജിൻ്റെ അടി ഇടിക്കുക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഗാർഡ് നമ്മൾ എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. മാത്രമല്ല റേഡിയേറ്റർ ഗാർഡ് ആണെന്നുണ്ടെങ്കിലും മണ്ണ്, ചെളി, പൊടി കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും ഒരു എക്സ്ട്രാ മെറ്റൽ ഗാർഡ് തന്നെ ഇരിക്കും. ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങൾസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പക്ക ഫിറ്റിംഗ് ആയിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സൂപ്പർ സാധനോട് നിങ്ങളെ കാണിച്ചു തരുതേ. ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, എൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഗാർഡ്. ഓൾറെഡി ഇവിടെ ഒരു ഗാർഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് അഴിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ജോർജം ബ്രാൻഡിൻ്റെ ഒരു മെറ്റൽ ഗാർഡ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അഴുക്ക്, ചെളി എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ എപ്പോൾ ചെയ്യണമെന്നുള്ളത് ഈസി ആയിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല നമ്മൾ വാട്ടർ വാഷ് കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും അവർ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ലോങ് പോകണവർക്ക് ഇത് എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് ഒരു ക്യാരിയേഴ്സ് വേണം, നിങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മളൊരു ക്യാരിയർ വിത്ത് സാഡിൽ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ലോങ് പോകണവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ലേഡീസ് ഫുഡ് റെസ്റ്റും വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഫുഡ് റെസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഈ ക്യാരിയേഴ്സ് ആണെങ്കിൽ തന്നെ നമുക്കൊരു യെല്ലോ കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഈ സാഡിലാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് മോഡൽസിൽ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് കുറച്ചുകൂടി ചെറുതാണെന്ന് തോന്നണവർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്കൊരു പ്ലേറ്റ് ക്യാരി കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ബോക്സ് കുറച്ച് കൂടുതൽ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോർമൽ ക്യാരിയേഴ്സിനേക്കാളും നല്ല കൂടുതൽ വെയിറ്റ് നമുക്കിതിൽ ഈസി ആയിട്ട് കെട്ടി വെക്കാൻ പറ്റും. പഴയ ഹിമാലയനിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് മാസ്റ്റർ സിലിണ്ടർ ഒടിഞ്ഞു പോണ കംപ്ലയിൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലൂയിഡിൻ്റെ ക്യാനും പൊട്ടിപ്പോവും. കാരണം എന്താ, ലോങ് ഒക്കെ പോണ സമയത്തോ അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ കയറുമ്പോൾ നമ്മുടെ കാലും കൈയൊക്കെ തട്ടി ഈ സാധനം ഒടിഞ്ഞു. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് കണ്ടില്ലേ, ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഗാർഡും അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡിൻ്റെ ഗാർഡും കൂടി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ല ഏറ്റവും പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി കാര്യങ്ങളിലൊന്നും നിങ്ങളൊരു തുള്ളി വരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ ചെയ്തും തരും. അപ്പോൾ ഗൈസ്, ഹിമാലയൻ 450ക്ക് പറ്റിയ ഈ വണ്ടി കണ്ടിട്ടുള്ള ഏതെങ്കിലും ആക്സറീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി നടത്തണമെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മതി.
അതുമാത്രമല്ല ഇതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് സംഭവങ്ങൾ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ നമുക്കിത് ഷിപ്പിംഗ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഷോപ്പിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഹിമാലയൻ്റെ മാത്രമല്ല, നമുക്ക് ഇനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്യണ എല്ലാ വണ്ടികളുടെയും ഇതേപോലത്തെ ഫുൾ വീഡിയോസ് നമ്മുടെ പേജിൽ വന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. താങ്ക് യു. മാത്രമല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിലും പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാവിധ സംഭവങ്ങളുടെയും പുതിയ പ്രൊഡക്ട്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും എന്താ പറയുക ഫോളോ ചെയ്യുക. താങ്ക് യു.